നമസ്കാരം. നമ്മളിപ്പോൾ മണാലിയിൽ സോളങ് വാലിയിലാണുള്ളത്. പിന്നെ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് സോളങ് വാലി അല്ലെങ്കിൽ മണാലി കുളു. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മൾ വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഇവിടെ എത്തിയത്, വിത്ത് ഫാമിലി. ഒരു രക്ഷയില്ല, അടിപൊളി. മണാലിയിൽ നിന്നും സോളങ് വാലിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്നലെ മണാലിയിലെ കാഴ്ചകളൊക്കെ കണ്ട് റൂമിൽ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെയാണ് ഞങ്ങൾ സോളങ് വാലിയിലേക്ക് ഇറങ്ങിയത്. ഒരു ടാക്സിയിലാണ് യാത്ര ചെയ്യുന്നത്. ടാക്സി ഡ്രൈവർ ഇന്നലെ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു രാവിലെ നേരത്തെ പോകണമെന്ന്. പക്ഷേ രാവിലെ തന്നെ നല്ല മഞ്ഞായിരുന്നു, മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി വന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി. അപ്പോഴേക്കും സോളങ് വാലിയിലേക്കുള്ള റോഡുകളിലൊക്കെ അത്യാവശ്യം വണ്ടികൾ നിറഞ്ഞിരുന്നു. മണാലിയിലുള്ള ഒരു ഗ്രാമത്തിലൂടെയുള്ള ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷേ ആ വഴി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അവിടെ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി മൊത്തത്തിൽ തിരിച്ചു വിട്ടിരുന്നു. അപ്പോൾ സോളങ് വാലിയിലേക്കുള്ള ഒരു പ്രധാന പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലെ ഒരു കടയിൽ നിന്നും നമ്മൾ സോളങ് വാലിയിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ റെൻറ്റിനെടുത്തിട്ടാണ് പോയത്. ഏകദേശം ഒരു ജോഡിക്ക് 250 രൂപയാണ് റെൻറ്റ് വന്നത്. നമ്മളവിടെ ഉപയോഗിക്കുന്ന റബ്ബർ ഷൂ ഉണ്ടായിരുന്നു, അതിന് എക്സ്ട്രാ ചാർജ് വന്നു, 100 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേർക്കുള്ള ഡ്രസ്സ് ഷൂ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഈ ഡ്രസ്സ് റെൻറ്റിനെടുക്കുന്ന സ്ഥലത്ത് സോളങ് വാലിയിലുള്ള റൈഡുകളുടെയൊക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു അവർ സെയിൽ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഞങ്ങൾ 1-2 ടിക്കറ്റ് എടുത്തു. പിന്നീട് സോളങ് വാലിയിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. റേറ്റ് കൂടുതലല്ല, പക്ഷേ ആ ആക്ടിവിറ്റീസൊക്കെ ചെറിയ ചെറിയ പരിപാടികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു നഷ്ടമായിട്ട് അവിടുന്ന് തോന്നി. അപ്പോൾ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. സോളങ് വാലിയിൽ എത്തിയിട്ട് ഏതെങ്കിലും റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഈ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന റോഡുകളിലൂടെയുള്ള യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. മുൻപോട്ട് പോകുന്തോറും മഞ്ഞ് കൂടിക്കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നി. റോഡിലൊക്കെ അത്യാവശ്യം റഷായിട്ടാണ് പോയത്. അത്യാവശ്യം ബ്ലോക്കൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ സോളങ് വാലിയിൽ ചെന്നിറങ്ങുന്നത്. നമ്മളിപ്പോൾ മണാലിയിലെ സോളങ് വാലിയിലാണുള്ളത്. സോളങ് വാലി ഒരു രക്ഷയില്ല, അടിപൊളി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്പോട്ടാണ്. എല്ലാവരും പൈസ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പൈസ മുടക്കി വന്നു കഴിഞ്ഞാലും ഇത് പൈസേൻ്റെ ഒരു വാല്യൂ അത് നിങ്ങൾക്ക് കിട്ടും. ഒരു രക്ഷയില്ല, അടിപൊളി. ഐസ് തിന്നുന്നത് ഒരാൾ ഐസ് തിന്നുന്നു ഇവിടെ. സോളങ് വാലിയിൽ എത്തിയിട്ട് ഐസ് തിന്നുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ അധികം ആളുകളൊന്നും ഇല്ലാത്ത റോഡിൻ്റെ ഒരു മുകൾ ഭാഗത്തേക്കായിരുന്നു പോയത്. ഈ റോഡിൻ്റെ താഴ്ഭാഗത്താണ് പ്രധാനപ്പെട്ട റൈഡുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പിന്നീടാണ് ഞങ്ങൾ പോയത്. ഐസ് തിന്നാൻ കള്ളത്തിയ അങ്ങനെ 1-2 റൈഡിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നു. അപ്പോൾ റൈഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് താഴെ ഭാഗത്താണ് പ്രധാനപ്പെട്ട റൈഡുകളെല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അധികം റൈഡുകളൊക്കെ ഒന്നും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 1-2 ചെറിയ റൈഡുകളെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. നോക്കിനേ ഞങ്ങൾ മണാലിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മോൾക്ക് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ കാലാവസ്ഥയിൽ നിന്ന് മഞ്ഞ് മൂടിയ സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിപെടുന്നോ, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടാവുന്നോ, യാത്രയിൽ പകുതി വെച്ച് തിരിച്ചു വരേണ്ടി വരുന്നോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയി 14 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് വരെ മോൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. അസുഖം മൊത്തം പിടിച്ചത് ഞങ്ങൾക്ക് 2 പേർക്കായിരുന്നു. പനി, ജലദോഷമൊക്കെ ചെറുതായിട്ട് നമുക്ക് അസുഖം വന്നിരുന്നു. മോൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം ഒക്കെ അങ്ങോട്ട് ശരിയായില്ല. കാരണം നമുക്ക് തന്നെ നോർത്തിൽ പോയാൽ അറിയാമല്ലോ, നമുക്ക് തന്നെ ഭക്ഷണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല.
കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം കഞ്ഞിയായിട്ടും ഒക്കെ കുക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. പിന്നെ അവൾ കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ മാക്സിമം അവിടെ നിന്ന് കൊടുത്തിട്ടേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഭക്ഷണത്തിനും കൂടെയുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ മഞ്ഞ് വീഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ വീണ മഞ്ഞുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. മഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മഞ്ഞ് വീഴാൻ തുടങ്ങിയതിന് ശേഷം അന്തരീക്ഷമൊക്കെ ഒരു ക്ലൗഡി അന്തരീക്ഷമായി. പിന്നെ അധികം വെളിച്ചമൊക്കെ കുറഞ്ഞു വന്നു. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ഹായ് പറയും. ഈ പുറകിലൂടെ പോകുന്ന ആനിമലിൻ്റെ പേരാണ് യാക്ക്. ഇത് ഞങ്ങൾ മണാലിയിലെത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ സമയം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ അവിടെ ഒരു മാഗി നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു തട്ടുകട പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ താഴ്വരയിൽ തന്നെയാണ് ഈ ചെറിയ ഇവർ റെഡിയാക്കി വെച്ചത്. ഏകദേശം 75 രൂപയായിരുന്നു ഈ മാഗിക്ക് ഒരു പ്ലേറ്റിന് ചാർജ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, ഈ സമയത്ത് ഇവിടുന്ന് വേറെ ഒന്നും കിട്ടാനില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 എണ്ണം ഓർഡർ ചെയ്തിട്ട് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പുകളാണ്. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും തോന്നില്ല. നല്ലോണം മഞ്ഞ് പെയ്യുന്നതിനോട് ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഹോട്ടലോ കടകളോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇവർ താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കി വെച്ചത്. ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ യോക്ക് റൈഡ് ചെയ്യാനായിട്ടാണ് പോയത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അത്. ഇല്ലടാ, ഇതേ ഉള്ളൂ കേട്ടോ. യാക്ക് റൈഡ് ചെയ്ത സമയത്ത് മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. 2 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളത് അവസാനിപ്പിച്ചു. കുട്ടികളായി പോകുന്നതുകൊണ്ട് നമുക്ക് ഈ അധികം റൈഡുകളിലൊന്നും കയറുന്നതിന് നമുക്കൊരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ റൈഡുകളിലേക്കൊന്നും കയറാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് പെയ്യാൻ തുടങ്ങിയപ്പോൾ സോളങ് വാലിയിലെ തണുപ്പ് പിന്നെയും കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. മണാലിയിലെ മനോഹരമായൊരു താഴ്വരയാണ് സോളങ് വാലി. മണാലിയിൽ നിന്നും 14 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സോളങ് വാലി പ്രകൃതി സൗന്ദര്യത്തിനും വൈവിധ്യമാർന്ന സാഹസിക പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട ഒരു സ്ഥലമാണ്. സോൾ, സമീപത്തുള്ള ഗ്രാമം, ആങ്, പുൽമേട് എന്നിവയിൽ നിന്നാണ് സോളങ് എന്ന പേര് വന്നത്. നോക്കി ഒരു ഹായ് പറ. അതിന് മുന്നിൽ നോക്കേ. അതിശയകരമായ കാഴ്ചകളും പ്രവർത്തനങ്ങളും ഇവിടം ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു. സോളങ് വാലി മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ഹിമാനികൾ, ശാന്തമായ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്, പ്രത്യേകിച്ച് മഞ്ഞുമൂടിയ ശൈത്യകാലത്ത്. ശീതകാലത്തെ പ്രധാന കായിക വിനോദങ്ങളാണ് സ്കീയിങ്, പാരാഗ്ലൈഡിംഗ്, സ്കേറ്റിംഗ്, സോർബിംഗ്. കൂടാതെ മഞ്ഞിൽ പൊതിഞ്ഞ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള അവസരവുമുണ്ട്.
വേനൽക്കാലത്തെ പ്രധാന ആക്ടിവിറ്റികളാണ് പാരാഗ്ലൈഡിംഗ്, പാരാച്യൂട്ടിംഗ്, സോർബിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ. സോളങ് വാലി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ശീതകാലത്താണെങ്കിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഈ സമയത്ത് വന്നാൽ ശൈത്യകാല കായിക വിനോദങ്ങൾ നമുക്ക് ചെയ്യുന്നതിനും മഞ്ഞുമൂടിയ മനോഹര ദൃശ്യങ്ങൾ അനുഭവിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. വേനൽക്കാലത്താണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയം മെയ് മുതൽ ഒക്ടോബർ വരെയാണ്. പാരാഗ്ലൈഡിംഗ്, സോർബിംഗ് തുടങ്ങിയ റൈഡുകൾ ചെയ്യുന്നതിനും സുഖകരമായ കാലാവസ്ഥ ആസ്വദിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. താഴേക്കിറങ്ങി ഞങ്ങൾ അവിടെ കുറച്ച് വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ താഴ്വരയിൽ നിന്നും നടന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ മഞ്ഞു മൂടിയ സ്ഥലങ്ങൾക്കിടയിൽ കുറേ വണ്ടികളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഈ വണ്ടികളൊക്കെ മഞ്ഞു വീഴ്ചയിൽ പെട്ടുപോയതാണ്. ഏകദേശം സമയം വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ താഴെ നിന്നും മുകളിൽ നിന്നൊക്കെ വണ്ടി വന്നതെല്ലാം ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. കാര്യം പറയാൻ വേണ്ടിയിട്ട് അതാ ഈ പോകുന്ന സാധനമല്ലേ ഈ യോക്ക് റൈഡിന് നമ്മളെടുത്ത് ആദ്യമേ വരുന്ന സമയത്ത് തന്നെ ബുക്കിംഗ് ഒക്കെ എടുത്ത് 1000 രൂപയാണ് ഇതിൻ്റെ റൈഡിന്. ഒരു 10-30 മീറ്റർ റൈഡ് 1000 രൂപ. മാക്സിമം ഇത് വരുന്നത് ഒഴിവാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 100-200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ ആ റൈഡ് ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ചെറിയ പരിപാടികളാണ്. ഓക്കെ, വൈകുന്നേരം ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ വിളിച്ച ടാക്സിക്കാരന് എത്തിയത് കുറേ സമയം ലേറ്റ് ആയിട്ടാണ്. നമ്മളവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതുകൊണ്ട് ആ സമയം നമുക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. സോളങ് വാലിയിൽ നിന്നും മണാലിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണിത്. ഇപ്പോൾ നമ്മൾ കുറച്ച് താഴേക്ക് എത്തിയപ്പോഴേക്കും മണാലി അടുത്തായപ്പോഴേക്കും മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ റൂമിൽ എത്തിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു റെസ്റ്റ് എടുത്തു. പിന്നെ ഇനി അടുത്ത ദിവസം പോകുന്നത് കസോൾ മണികരനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.